എടാ ചിറ്റപ്പാ, കുട്ടികൾക്കുളമ്പോ നോക്കിയോളമ്പടാ. അതെങ്ങനെയാ? രാജശേഖരൻ കുട്ടി വന്നാ പിന്നെ ദാഹം തീർത്ത് ചിറ്റപ്പനങ്ങ് വല്യപ്പനാകും. ഞാൻ നന്നായിട്ട് കഴിക്കും, ഇപ്പൊ കഴിച്ചിട്ടുണ്ട്. ഇനി കൂടി പോയാ ദേ ഇതുപോലെ ഒന്ന് വിയർക്കും. പക്ഷെ വേറെ ചില ആളുകൾ അങ്ങനെയല്ല. കുടിച്ച് ലെക്കില്ലാണ്ട് ബാത്റൂമാണെന്ന് വിചാരിച്ച് അടുക്കളയിൽ പോയി മൂത്രമൊഴിക്കുക. ഞാൻ പ്രത്യേകിച്ച് ആരും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, ഒരു പൊതു സ്വഭാവം പറഞ്ഞതേ ഉള്ളൂ. താൻ ഈ പൊതു സ്വഭാവം നിർത്താമോ? ഇപ്പൊ നിങ്ങൾക്ക് ആളെ മനസ്സിലായില്ലോ. ഇയാളെന്നെ അതൊക്കെ പോട്ടെ, രണ്ടുപേരോടായിട്ട് തന്നെ ചോദിക്കുക. ഇങ്ങനെ പിറന്നാൾ സദ്യ കൊണ്ട് നടന്നാ മതിയോ? എന്നാ ഇനി ഒരു കല്യാണ സദ്യ ഉണ്ടാൻ പറ്റുക? സണ്ണി, അവനോട് ആ കാര്യം പറയുന്നതേ ദേഷ്യ. അതുകൊണ്ട് നീയെങ്കിലും സമയം കളയാണ്ട് പെണ്ണ് കെട്ടാൻ നോക്ക്. കൂടി പോയാൽ ഒരു പിറന്നാൾ സദ്യക്ക് കൂടിയേ ഞാൻ ഉണ്ടാവുള്ളൂ. അതിനു മുമ്പെങ്കിലും ആ ആഗ്രഹം ഒന്ന് സാധിപ്പിച്ചു തന്നാ നന്നായിരുന്നു. ഗുരുവായൂരപ്പാ. ഇപ്രാവശ്യത്തെ വരവിന് ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അമ്മയോട് എല്ലാം വിശദമായിട്ട് പറയാം. കാശും സൗകര്യവും ഒക്കെ അല്പം കുറഞ്ഞാലും തിരക്കില്ല. നല്ല അന്തസ്വാഭിജാത്യമുള്ള കുടുംബത്തിൽ പറഞ്ഞോളായിരിക്കണം. അത്രേ ഉള്ളൂ. ഒരു കാര്യം സമ്മതിച്ചേ പറ്റൂ. അവസാനം ഓപ്പോൾ കല്യാണത്തിന് സമ്മതം മൂടിയത് ഈ സന്നിധി എടുക്കൊണ്ട് തന്നെയാ. പിന്നെ ഉന്തിന്റെ കൂടെ എന്റെ തള്ളും കൂടി ആയിപ്പോ. അമ്മ എന്നോട് ഇതെന്നോട് പറയാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു എന്ന് ചോദിച്ചതോടെ ഈ ചിറ്റപ്പം എന്നെ കമാന്നൊരക്ഷരം മിണ്ടിയിട്ടില്ല. അതാണ് അതിന്റെ കുറ്റം. ഞാനൊരു അക്ഷരം പറയാതെ ഗൗരവമായിട്ട് അങ്ങനെ നിന്ന ഓപ്പോൾക്ക് അറിയാം സംഗതി കുഴപ്പാണെന്ന്. അതുകൊണ്ട് എന്നെ ഓപ്പോൾ പെട്ടെന്ന് സമ്മതിച്ചത്. എന്റെ ചൊമച്ചേ. എന്നാലും അവസാനം രാജേട്ടനൊരു നസ്രാണി പെണ്ണിനെ കിട്ടിയുള്ളൂ കെട്ടാൻ. ഇനി സണ്ണിച്ചായനും അവിടെ സുന്ദരിയായ വല്ല നേഴ്സിനെയും കണ്ടുവച്ചിട്ടുണ്ടോ ആവോ? ഉള്ളത് പറഞ്ഞ എനിക്കിപ്പോ സണ്ണിമോന്റെ കാര്യത്തിലാ പേടി. രാജശേഖരൻകുട്ടിക്ക് എന്തോ ആവാം. അപ്പനപ്പന്മാരെ സമ്പാദിച്ചിട്ടുണ്ടല്ലോ. ഇവിടെ അച്ചായം മരിച്ചതി പിന്നെ ഇവനെ മാത്രം കണ്ടുകൊണ്ടാ ഞാനും ഈ പെമ്പിള്ളേരും ജീവിക്കുന്നത്. അതുകൊണ്ടൊന്നും അമ്മച്ചി പേടിക്കണ്ട. നല്ല ആലോചന വന്നെങ്കിലേ സണ്ണി കിട്ടും. ഞാൻ പിന്നെ കല്യാണമേ വേണ്ടാന്ന് പറഞ്ഞ് നടന്നെങ്കിലും സൂസന്നെ കണ്ടുമുട്ടിയപ്പോ എന്തോ ഒരു പ്രത്യേകത തോന്നി. അതുകൊണ്ട് കെട്ടുന്നു മാത്രം. സത്യം പറഞ്ഞ ഞാനും ഒരു ക്രിസ്ത്യാനി പെണ്ണിനെ പ്രേമിച്ചിരുന്നു. എന്താ അവളുടെ പേര്? എലിക്കുട്ടി. എലിക്കുട്ടി? എലിക്കുട്ടിയല്ലേ, എലിക്കുട്ടി. ഓ, ശരി. ഞാൻ ദിവസവും ഒരു ചെക്കന്റെ കയ്യിൽ അവൾക്ക് എഴുത്തും കൊടുത്ത് വിടുമായിരുന്നു. പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അവസാനം അവൾ ആ ചെക്കന്റെ കൂടെ ഒളിച്ചോടിപ്പോയി. പിന്നെ ഞാൻ ഈ നാണം കെട്ട പ്രേമം എന്നുള്ള പണിക്ക് പോയിട്ടില്ല. അതൊക്കെ പോട്ടെ. ഈ വിവാഹസമ്മതം ആഘോഷിക്കാൻ ചിറ്റപ്പന്റെ ചെലവിൽ നല്ല നാടൻ തെങ്ങുകൾ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. ചിറ്റപ്പന്റെ ചെലവിലല്ല, ചിറ്റപ്പന്റെ വകയായി രാജശേഖരൻകുട്ടിയുടെ ചെലവിൽ അതിന് ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അത് പിന്നീട് വരും. അതുകൊണ്ട് താറാവ്, കോഴിയിറച്ചി, കാളയിറച്ചി മുതലായ കള്ളിന്റെ കൂട്ടുകാരെ പ്രത്യേകം ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. അമ്മച്ചിയും പിള്ളേരും അവരെ വേഗം ഇങ്ങോട്ട് ആനയിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നു. നമസ്കാരം.